ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്കുള്ള ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ്, അതായത് ഒരു 30 ഈ വലുപ്പത്തിലുള്ള 30 ചക്കക്കുരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. വെളുത്ത തൊലി കളഞ്ഞിട്ടില്ല. വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കളയാത്തത്. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ആവിയൊക്കെ പോകുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ചക്കക്കുരു നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെളുത്ത തൊലിയൊക്കെ എടുത്തു മാറ്റാം. ഇതിൻ്റെ ബ്രൗൺ കളറിലുള്ള തൊലിയില്ല, അത് കളയണ്ട കേട്ടോ. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളൊക്കെ തടയുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കളയണ്ട. വെളുത്ത തൊലി നമുക്ക് ഇതിപ്പോൾ ചൂടായതുകൊണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞത് കട്ട് ചെയ്തിട്ട് ഒരു മൺപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 പച്ചമുളക് കീറിയതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓൾറെഡി ഇത് വെന്തതാണ്. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ചും കൂടെ വെന്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഉടഞ്ഞ് വരുന്ന രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഈ പച്ചമുളകൊന്ന് വേവുന്ന രീതിയിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരവിയതും 2 മീഡിയം സൈസിലുള്ള ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം കൂടെ വെള്ളം ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മോര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മോരാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് മതി. പുളിക്കനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് മോര് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടില്ലേ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ടിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഒന്നല്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് അറിയാത്തൊരു ഐറ്റം തന്നെ ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്